ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് റിയൽ ആൻഡ് മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽ ആയിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അല്ല, ഫസ്റ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി റിയൽ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനിയും ബാക്കി തീരാനുള്ളത് മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽ എന്നുള്ള പേപ്പറിനകത്തുള്ള 2 മൊഡ്യൂളുകളാണ്. അതായത് റിയലിൽ മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം വന്നു കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് മൊഡ്യൂൾ 3, 4 ആൻഡ് 5 ആണ്. ഓക്കെ, അപ്പം നമ്മളുടെ ഈ പേപ്പറിനകത്ത് 5 മൊഡ്യൂളാണ് ഉള്ളതെങ്കിലും അതിനകത്തെ 1, 2, 3, 4 മൊഡ്യൂൾസ് മാത്രമാണ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് വേണ്ടി വരുന്നത്. 5ാമത്തെ മൊഡ്യൂൾ ടീച്ചർ ഡിസൈൻഡ് മൊഡ്യൂളാണ്. അത് വരുന്നത് ഇൻ്റേണൽ എക്സാമിന് വേണ്ടിയാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം നമുക്കിനി യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടി തീർക്കേണ്ടത് മൊഡ്യൂൾ 3ഉം 4ഉം ആണ്. അപ്പോൾ മൊഡ്യൂൾ 3ഉം 4നും ഞാൻ ഓൾറെഡി ഇതിൻ്റെ PDF നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അത് എടുത്ത് നോക്കുക. അതിനകത്ത് 14 എന്നുള്ള സെക്ഷനാണ് നമുക്കിപ്പം മൊഡ്യൂൾ 3ക്കകത്ത് വരുന്നത്. 14.3 മുഴുവൻ വരുന്നില്ല. 14.1, 14.2 ആൻഡ് 14.3 ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ 3 സെക്ഷൻ, ഈ സെക്ഷൻ്റെ അകത്ത് 14-നകത്ത് വരുന്ന 3 സെക്ഷൻസ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. 14.1ഉം 14.2ഉം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, പഠിപ്പിച്ചതാണ്. അതിനകത്ത് പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ നമുക്കിനി 14.3 മുതൽ എടുത്ത് പോയാൽ മതിയാകും. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എനിക്കറിയാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതിനുശേഷം നിങ്ങൾ ആരും അത് വീണ്ടും എടുത്ത് പഠിച്ച് കാണും എന്ന് ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിൽ അത് മറന്നു പോയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ നോക്കി പോകാം. എങ്കിലും ചെയ്ത പ്രോബ്ലംസ് വീണ്ടും ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന രീതിയിൽ പോകുന്നില്ല. തിയറിയും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞ് അതിൻ്റെ പ്രോബ്ലംസ് നോക്കി പോകാം. ഓക്കെ, അപ്പം ഇൻ്റഗ്രേഷനാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ഇൻ്റഗ്രേഷൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ ആണ് മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽ വരുന്നത്. ഓക്കെ, അപ്പോൾ സിംഗിൾ വേരിയബിൾ ഫങ്ഷൻസ് എക്സിലുള്ള ഫംഗ്ഷൻ y=f(x) എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ഇൻ്റഗ്രേഷൻ്റെ കുറേ ഫോർമുലാസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഫോർമുലാസ് എല്ലാം നമ്മൾ ബൈഹാർട്ട് ആക്കി വെച്ചതിന് ശേഷം വേണം ഇത് പഠിച്ചു തുടങ്ങാൻ എന്ന് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഇൻ്റഗ്രേഷൻ്റെ ഇക്വേഷൻസ് എല്ലാം നമ്മൾ എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പം അതും എടുത്തു വെച്ച് വേണം നമ്മൾ ഇനിയും പ്രോബ്ലത്തിലോട്ട് കടക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ 14.1 ഫസ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ഡബിൾ ഇൻ്റഗ്രലാണ് വരുന്നത്. അപ്പം ഡബിൾ ഇൻ്റഗ്രൽ എന്താണ് എന്ന് നമ്മൾ അറിയണം. ഓക്കെ, അപ്പം ഡബിൾ ഇൻ്റഗ്രൽ എന്താണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ നമുക്കിപ്പം ഫസ്റ്റ് നമുക്ക് ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഡിഫൈൻ ചെയ്യുന്നത്, ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ എന്താണ് ഇൻ്റഗ്രൽ f(x) dx എന്ന്, ഇൻ്റഗ്രൽ a to b f(x) dx എന്നാണ് വരുന്നത് അതിൻ്റെ നൊട്ടേഷൻ. അത് എങ്ങനെയാണ് അതിൻ്റെ ജിയോമെട്രിക് മീനിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഏരിയ അണ്ടർ ദ കർവാണ്. ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് a മുതൽ b വരെ, a to b ഇൻ്റഗ്രൽ a to b f(x) dx എന്ന് പറഞ്ഞാൽ ഇതാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ് അല്ലെങ്കിൽ ഏരിയ അണ്ടർ ദ ഫംഗ്ഷൻ ഇൻ ദ ലിമിറ്റ് a to b ആണ് നമുക്കവിടെ വേണ്ടത്. അതായത് ഈ ഏരിയയാണ് സത്യത്തിൽ ആ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഏരിയ അണ്ടർ ദ കർവ് ആണ് ഇൻ്റഗ്രേഷൻ. ഏരിയ അണ്ടർ ദ കർവ് ആണ് ഇൻ്റഗ്രേഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ജിയോമെട്രി എന്ന് മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ ഡയമെൻഷൻസ് കൂടുമ്പോൾ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ഇൻ്റഗ്രലിലോട്ട് പോകുമ്പോൾ സിംഗിൾ വേരിയബിളിൽ നിന്ന് മൾട്ടിപ്പിൾ വേരിയബിളിലേക്ക്, അതായത് എക്സ് എന്നുള്ള സിംഗിൾ വേരിയബിളിൽ നിന്ന് എക്സ് വൈ എന്നുള്ള അതിലോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഐഡിയ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നതൊന്ന് നോക്കുക. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. ഈ ഡെഫിനിഷനിലോട്ട് പോകുന്നതിന് നമുക്കിപ്പം ഏരിയ അണ്ടർ ദ കർവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡെഫിനിഷൻ അവിടെ സ്യൂട്ടാകുന്നത്, ഈ ഡെഫിനിഷൻ അവിടെ കറക്റ്റ് ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കത് നോക്കാം. ഇപ്പം ഇൻ്റഗ്രൽ a to b, നമ്മളിപ്പോൾ ഗ്രാഫ് വരച്ചു. എയിൽ നിന്ന് ബിയിലോട്ടുള്ള വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുന്നു, ഗ്രാഫ് വരയ്ക്കുന്നു. ഗ്രാഫിനടിയിലുള്ള ഈ റീജിയനിൽ വരുന്ന ഏരിയയാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അതിൻ്റെ ഡെഫിനിഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ലിമിറ്റ് മാക്സിമം (Δx k ടെൻസ് ടു 0) സമ്മേഷൻ f(x k) സ്റ്റാർ ഇൻറ്റു (Δx k) അല്ലെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ f(x k) ഇൻറ്റു (Δx k) എന്ന് പറയുന്നതാണ് അതിൻ്റെ ഡെഫിനിഷൻ.
ആ ഡെഫിനിഷൻ സത്യത്തിൽ എങ്ങനെയാണ് വരുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആ ഡെഫിനിഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ എ ബി എന്നുള്ള ഇൻ്റർവെൽ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, എ ബി എന്നുള്ള ഇൻ്റർവെലിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നു. എ ബി എന്നുള്ള ഇൻ്റർവെലിനെ പാർട്ടീഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ കുറേ സബ് ഇൻ്റർവെലുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എക്സ് നോട്ട് എ ഈസ് ഈക്വൽ ടു എക്സ് നോട്ട്, x1 എക്സെട്ര xn ഈസ് ഈക്വൽ ടു ബി എന്നുള്ള രീതിയിൽ അതിനെ പാർട്ടീഷൻ ചെയ്യുന്നു. ഓക്കെ, നോർമലി നമ്മൾ എൻഡ് സബ് ഇൻ്റർവെലുകളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് പറയാറ്. അപ്പോൾ അങ്ങനെ പാർട്ടീഷൻ ചെയ്തതിന് ശേഷം അതിനകത്തുള്ള ഒരു സബ് ഇൻ്റർവെലാണ് എക്സ് കെ, അല്ലെങ്കിൽ എക്സ് കെ മൈനസ് വൺ എന്നുള്ള ഒരു സബ് ഇൻ്റർവെൽ. ഓക്കെ, അതിനെയാണ് ആ സബ് ഇൻ്റർവെൽ നമ്മൾ എടുത്തിരിക്കുന്നു. ആ സബ് ഇൻ്റർവെല്ലിൻ്റെ ലെങ്താണ് എക്സ് കെ മൈനസ് വൺ, അല്ലെങ്കിൽ ആ ഡിഫറൻസ് ആണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ലെങ്ത് ഉള്ള ആ സബ് ഇൻ്റർവെൽ നമ്മൾ എടുത്തിരിക്കുന്നു. അപ്പം അതിനെയാണ് നമ്മൾ ഡെൽറ്റ എക്സ് കെ എന്ന് പറയുന്നത്. അപ്പം ഈ ഡെൽറ്റ എക്സ് കെ എന്നുള്ള ലെങ്ത്, ആ സബ് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് ഉണ്ട്, അതിനെ നമ്മളിവിടെ നോക്കിയേ. അപ്പം ഡെൽറ്റ എക്സ് കെ ഇവിടെ എഴുതിയിരിക്കുന്നു. അപ്പം ഡെൽറ്റ എക്സ് കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് കെ സ്റ്റാറും കിടക്കുന്നു. എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ. അപ്പം അതെന്താണ് എഫ് ഓഫ് എക്സ് കെ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഇതിനകത്തു നിന്നൊരു പോയിൻ്റ് നമ്മൾ എടുക്കുന്നു, എക്സ് കെ സ്റ്റാർ എന്നുള്ളൊരു പോയിൻ്റ് എടുക്കുന്നു. അതിൻ്റെ എഫ് വാല്യൂ എക്സ് കെ സ്റ്റാർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ കണ്ടുപിടിക്കുന്നു. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലാണെങ്കിൽ വൈ ആക്സിസിലാണ് എഫ് ഓഫ് എക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് എക്സ് കെ സ്റ്റാറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു വൈ ആക്സിലൊരു വാല്യൂസ് ഉണ്ടായിരിക്കും, അതാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ആ സബ് ഇൻ്റർവെല്ലിലുള്ള ഒരു റാൻഡം പോയിൻ്റ് എടുക്കുന്നു, ആ പോയിൻറ്റിൻ്റെ വൈ വാല്യൂസ് കണ്ടുപിടിക്കുന്നു. ആ വൈ വാല്യൂ എന്ന് പറഞ്ഞാൽ വൈ ആക്സിൽ വരും, സത്യത്തിൽ അതിൻ്റെ വാല്യൂസ് വരും. പക്ഷേ ഇതിൻ്റെ ഹൈറ്റ് ആയിട്ടാണ്, അപ്പം ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ആയിട്ടാണ് അത് കിട്ടുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഒരു പോയിന്റിൽ അവിടെ അത് മീറ്റ് ചെയ്യും. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ വാല്യൂവിനെ അവിടെ കിട്ടും. അപ്പോൾ സത്യത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണ്, ഈ സബ് ഇൻ്റർവെല്ലിൻ്റെ ആ ഒരു ലെങ്ത് അതിനെ ഒരു ഹൈറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യുന്നത്. അപ്പം ഹൈറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഹൈറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് എക്സും വൈ ആക്സിസ് ആണെങ്കിൽ ഇവിടെയാണ് എക്സ് കെ മൈനസ് വൺ എക്സ് കെ എന്ന് കരുതുക. ഇതിനെ ഒരു ഹൈറ്റ് വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യിക്കുന്നത്, അതായത് എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ എന്നുള്ള ഹൈറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പം ഈ ഒരു സബ് ഇൻ്റർവെല്ലിൻ്റെ ഈ ലെങ്തിനെ ഹൈറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ റീജിയൻ ആയിരിക്കും. അപ്പോൾ എന്താണ്, നീളം ഗുണം വീതി എന്നുള്ള രീതിയിലാണ് വരുന്നത്, അല്ലേ? ഹൈറ്റ് ഇൻറ്റു ആ ഒരു ലെങ്ത്, സബ് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സബ് ഇൻ്റർവെല്ലിൻ്റെ നമ്മൾ ഒരു റെക്റ്റാങ്കുലർ റീജിയൻ കിട്ടി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ സബ് ഇൻ്റർവെല്ലുകളിലും സമ്മേഷനാണ് എടുത്തിരിക്കുന്നത്. ഡെഫിനിഷൻ നോക്കുക, സമ്മേഷനാണ്. അപ്പം എന്താണ്, ഇതേപോലെ കുറേ റെക്റ്റാങ്കുലർ റീജിയൻസ് നമുക്ക് കിട്ടും. ഓരോ സബ് ഇൻ്റർവെല്ലുകളെടുത്ത് ഇതേപോലെ ഒരു പ്രോഡക്റ്റ് എടുത്ത് സമ്മേഷൻ ചെയ്യുമ്പോൾ കുറേ സബ് ഇൻ്റർവെല്ല് കിട്ടും. അപ്പോൾ സത്യത്തിൽ ഈ കർവ് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ കർവിൻ്റെ ഏരിയയോട് ഈക്വൽ ആകുന്ന തരത്തിൽ നമുക്ക് കുറേ റെക്റ്റാങ്കുലർ റീജിയൻസ് കിട്ടും. ഓരോ റെക്റ്റാങ്കുലർ റീജിയൻസിൻ്റെയും ഏരിയ എടുത്ത് സം ചെയ്യുമ്പോൾ ടോട്ടൽ ആ ഒരു കർവിനടിയിലുള്ള ഏരിയ കിട്ടും എന്നുള്ളതാണ് ആ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ്, ഈ റീജിയൻ്റെ എക്സ്ട്രാ പോർഷൻസ് കുറേ വരുന്നുണ്ട്. അപ്പോൾ ആ എക്സ്ട്രാ പോർഷൻസ് നമുക്ക് കളയണം, അല്ലെങ്കിൽ അത് ഒരു എററായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ആ എറർ എങ്ങനെ മിനിമൈസ് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നാണ് നമ്മുടെ ഈ സബ് ഇൻ്റർവെല്ലുകളുടെ ലെങ്ത് കുറയ്ക്കുകയോ, മനസ്സിലായോ? ഒന്നെങ്കിൽ സബ് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് കുറയ്ക്കാം, അല്ലെങ്കിൽ സബ് ഇൻ്റർവെല്ലുകളുടെ എണ്ണം കൂട്ടാം. രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്നെങ്കിൽ ആ സബ് ഇൻ്റർവെല്ലുകളുടെ എണ്ണം കുറയ്ക്കുമ്പം ഈ എറർ കുറയും, അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞാൽ ആ സബ് ഇൻ്റർവെല്ലുകളുടെ എണ്ണം ഇൻഫിനിറ്റായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു എറർ സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യും. അപ്പം അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ സത്യത്തിൽ ചെയ്യുന്നത്, ഡെഫിനിഷൻ നോക്കുക. ഈ ഡെഫിനിഷൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കുക എന്താണ്, ലിമിറ്റ് മാക്സിമം ഡെൽറ്റ എക്സ് കെ ടെൻസ് ടു 0 എന്ന് വെച്ചാൽ ഡെൽറ്റ എക്സ് കെ ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ആ സബ് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ ലെങ്ത് വളരെ കുറച്ച് പോയിക്കൊണ്ടിരിക്കുന്നു, സീറോയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു. അതിനുശേഷം സമ്മേഷൻ എടുക്കുന്നു, എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ എന്ന് വെച്ചാൽ ആ നീളം ഗുണം വീതി ആയിട്ടുള്ള റെക്റ്റാങ്കുലർ റീജിയൻ, ഓരോ റെക്റ്റാങ്കുലർ റീജിയൻ്റെയും സമ്മേഷൻ എടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനെ തന്നെയാണ് വേറൊരു രീതിയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
വേറെ ഒരു രീതി പറഞ്ഞിരിക്കുന്നത് n ടെൻസ് ടു ഇൻഫിനിറ്റി, അതായത് സബ് ഇൻ്റർവെല്ലുകളുടെ എണ്ണം ഇൻഫിനിറ്റ് ആയിട്ട് കൂട്ടുക, പഴയ പോലെ തന്നെ സമ്മേഷൻ എടുക്കുന്നു എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ എക്സ് കെ. ഇതാണ് അതിൻ്റെ ബേസിക് ഐഡിയ വരുന്നത്. അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഞാൻ വീണ്ടും പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ ഇവിടെ വരുന്നത്. അപ്പം സത്യത്തിൽ ഇനി ദ വോളിയം പ്രോബ്ലം വരുന്നത് എങ്ങനെയാണ്? ഗിവൻ എ ഫംഗ്ഷൻ എഫ് ഓഫ് 2 വേരിയബിൾസ്. അപ്പോൾ നമ്മൾ സിംഗിൾ വേരിയബിളിൽ നിന്ന് 2 വേരിയബിളിലോട്ട് പോയി. ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് നോൺ നെഗറ്റീവ് ഓൺ ദ റീജിയൻ R. അപ്പം കണ്ടിന്യൂസ് ആയിരിക്കണം, നോൺ നെഗറ്റീവ് ആയിരിക്കണം, ഈ 2 കണ്ടീഷൻ അവിടെ ഉണ്ട്. ഓക്കെ, in the plane xy, find the volume of the solid enclosed between the surface that is equal to f of xy and the region R. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, ആ ഫംഗ്ഷൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പം ഒരു സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരുന്നപ്പോഴാണ് നമ്മൾ ജസ്റ്റ് എക്സ് വൈ പ്ലെയിനിൽ ഒരു ലൈനോ അല്ലെങ്കിൽ ഫംഗ്ഷനെ സൈൻ എക്സിൻ്റെയൊക്കെ ഇങ്ങനെ ഗ്രാഫ് വരച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 2 വേരിയബിൾ വരുമ്പോൾ നമുക്ക് ഈ ഫിഗറിലോട്ട് നോക്കാം, എക്സ് വൈ ഇതേപോലെ ഒരു പ്ലെയിൻ ആയിരിക്കും നമുക്ക് വരുന്നത്. മനസ്സിലായോ? അപ്പം ഈ ഒരു റീജിയൻ, നമുക്കൊരു റീജിയൻ കിട്ടും. അപ്പോൾ ആ ഒരു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഇസഡ് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള സാധനം ഇതേപോലെ ആയിരിക്കും, പ്ലെയിൻ പോലെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സ് വൈ ഇസഡ് പ്ലെയിൻ നമുക്ക് വരച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ അതിനടിയിൽ എന്താണ്? ഒരു റീജിയൻ നമ്മളിപ്പം എക്സ് വൈ പ്ലെയിനിൽ ഒരു റീജിയൻ നമ്മൾ പറയുകയാണ്, അതിനെയാണ് ആറായിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 6 ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ 6 എന്താണ്? ഇൻ്റഗ്രൽ ഓവർ 6 എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ ആ പ്ലെയിനിൻ്റെ താഴെ വരുന്ന റീജിയനാണ്. ഇവിടെ വരുന്നത് 6 എന്നുള്ള റീജിയനിൽ വരുന്ന അത്രയും ഏരിയ മാത്രം, അല്ല ഏരിയ അപ്പോൾ ഇവിടെ വോളിയമായിട്ട് മാറും. മനസ്സിലായോ? ഇൻ്റഗ്രേഷൻ 1 ഡയമെൻഷനിൽ അവിടെ ഏരിയ ആയിട്ട് വന്നെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് വോളിയമായിട്ട് വരും. ഓക്കെ, അപ്പം ഈ ഒരു എഫ് ഓഫ് എക്സ് വൈയുടെ താഴെ ആറിൽ അതായത് ഇപ്പം 6 എന്നുള്ളൊരു റീജിയനുള്ള കിടപ്പുണ്ടല്ലോ, അതിനെ കറക്റ്റായിട്ട് മുകളോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഈ ഫംഗ്ഷൻ്റെ അടിയിൽ വരുന്ന അത്രയും റീജിയൻ, അതിൻ്റെ വോളിയമാണ് നമ്മുടെ ഇൻ്റഗ്രേഷനായിട്ട് വരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ പഠിച്ചിരിക്കുന്ന സെയിം ഡെഫിനിഷൻ അപ്പം എന്താണ്? നമ്മൾ ആദ്യമേ പഠിച്ചപ്പോൾ അത് ഏരിയ ആയിരുന്നു, ഇപ്പോൾ അത് വോളിയമായി. അപ്പം വോളിയം ആകുമ്പം കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ചേഞ്ച് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വി ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ എഫ് ഓഫ് എക്സ് കെ വൈ കെ സ്റ്റാർ ഡെൽറ്റ എ കെ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ മാത്രമായിരുന്നെങ്കിൽ എന്താണ്? ഒരു റാൻഡം പോയിൻ്റ് ഒരു റെക്റ്റാങ്കുലർ റീജിയനിൽ നിന്ന് എടുത്തെങ്കിൽ ഇവിടെ അതേപോലെ തന്നെയാണ്. എന്താണ്? ഇതേപോലെ നമ്മുടെ റീജിയൻ ഇങ്ങനെ വരുന്നു, നമ്മൾ പാർട്ടീഷൻ ചെയ്യുകയായിരുന്നു ചെയ്തത്. അപ്പം പാർട്ടീഷൻ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും പാർട്ടീഷൻ ചെയ്യുകയാണ്. പക്ഷേ അവിടെ നമ്മൾ ഇൻ്റർവെല്ലുകളായിട്ടാണ് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ റെക്റ്റാങ്കുലർ റീജിയൻ കുറേ റെക്റ്റാങ്കിൾസ് ആയിട്ട് മാറ്റുന്നു. അതിനകത്ത് ഒരു റെക്റ്റാങ്കുലർ റീജിയനാണ്, ഇല്ല ഒരു റാൻഡം പോയിൻ്റാണ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ. അപ്പം ആ ഡെൽറ്റ എ കെ എന്ന് പറയുന്നത് ആ ഒരു റെക്റ്റാങ്കുലർ റീജിയനാണ്, അതിൻ്റെ ഏരിയ ആയിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു റെക്റ്റാങ്കുലർ റീജിയൻ്റെ ഏരിയയെ ഈ ഫിഗറിലോട്ട് നോക്കുക. അപ്പം ഒരു റെക്റ്റാങ്കുലർ റീജിയൻ്റെ ഏരിയ ഇവിടെ വരുന്നു. ഇതൊരു റെക്റ്റാങ്കുലർ റീജിയൻ്റെ ഏരിയയാണ്. ഇതിനെ ആ ഫംഗ്ഷൻ്റെ എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ എന്നുള്ള സാധനം എന്ന് പറഞ്ഞാൽ ആ റീജിയനിലുള്ള, അതായത് ഫംഗ്ഷൻ്റെ പോയിൻ്റാണ്. അപ്പോൾ നമുക്കൊരു ഹൈറ്റ് കിട്ടും. അപ്പോൾ ആ ഹൈറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സത്യത്തിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈ ഒരു റെക്റ്റാങ്കുലർ റീജിയനിൽ വരുന്ന വോളിയമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ വോളിയം കണ്ടുപിടിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വോളിയംസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വോളിയം കിട്ടുന്നു എന്നുള്ള കൺസെപ്റ്റിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ചെയ്തിരുന്നത് ഏരിയ ആയിരുന്നു. അപ്പോൾ നമ്മൾ സബ് ഇൻ്റർവെല്ലുകളുടെ ടോട്ടൽ ഏരിയ എടുത്ത് സം ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ പക്ഷേ വരുന്നത് റെക്റ്റാങ്കുലർ റീജിയനെ ഹൈറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം ആ റെക്റ്റാങ്കുലർ റീജിയനെ ഹൈറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു റെക്റ്റാങ്കുലർ ബോക്സ് കിട്ടുന്നു. ആ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ വോളിയംസ് നമുക്ക് കിട്ടുന്നു, ഒരെണ്ണത്തിന് കിട്ടുന്നു. അങ്ങനെ ഓരോ വോളിയമുകൾ തമ്മിൽ കൂട്ടുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോസസ്സ് എല്ലാം സെയിം ആണ്. നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ വോളിയം എന്ന് പറയുന്നത് ലിമിറ്റ് പഴയ പോലെ തന്നെ എന്താണ്? ഈ റെക്റ്റാങ്കുലർ റീജിയൻസിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ മാത്രമാണ് ആ എറർ കുറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി വി ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഇൻറ്റു ഡെൽറ്റ എ കെ എന്നുള്ള രീതിയിൽ അത് വരും. അപ്പോൾ
അപ്പോൾ നമ്മളുടെ ഡബിൾ ഇൻ്റഗ്രൽ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ വരുന്നു. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ദ റീജിയൻ R എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഇൻ ഡെൽറ്റ എ കെ എന്ന് വരും. ഓക്കെ, ഇതാണ് ഡബിൾ ഇൻ്റഗ്രൽ. ഡബിൾ ഇൻ്റഗ്രലിൻ്റെ നമ്മൾ പ്രോബ്ലംസ് ആണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ പ്രോബ്ലം ഇങ്ങനെയാണ് വരുന്നത്. നമ്മളിത് ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലമാണ്. ഇൻ്റഗ്രൽ 0 to 1 എക്സ് വൈ സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത് കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ ഇൻ്റഗ്രൽ 0 to 1 എക്സ് വൈ സ്ക്വയർ സെയിം ഫംഗ്ഷനെ ഡി എക്സ് കൊണ്ടും ഡി വൈ കൊണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തത്. അപ്പം ഇൻ്റഗ്രൽ ഒരു ഫംഗ്ഷൻ ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. എക്സിനെ വേരിയബിളായിട്ട് എടുക്കുകയും വൈയെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ ഡി വൈയിൽ ചെയ്യുമ്പം വൈയെ വേരിയബിളായിട്ടും എക്സിനെ കോൺസ്റ്റൻ്റ് ആയിട്ടും ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ക്ലാസ്സിൽ ചെയ്തതാണ്, 2 തവണ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത്. അപ്പോൾ നമ്മൾ എന്താണ് ഇൻ്റഗ്രൽ ഫസ്റ്റ് ഒന്നാമത്തെ എന്നാലും റഫായിട്ട് നോക്കി പോവുക. എന്താണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്? എക്സ് വൈ സ്ക്വയർ ഡി എക്സ് ആണ്. അപ്പോൾ വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു. ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഡി എക്സ് ആണ്. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 വരുന്നു. എക്സ് സ്ക്വയർ ബൈ 2 അപ്പം വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 വിത്ത് ലിമിറ്റ് 0 to 1 കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന വൈ സ്ക്വയർ ബൈ 2 കിട്ടുന്നു. ഇതേപോലെ തന്നെ ഇൻ്റഗ്രൽ 0 to 1 എക്സ് വൈ സ്ക്വയർ ഡി വൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എക്സ് ബൈ 3യും കിട്ടുന്നു. ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. അപ്പം ഇവിടെ അറിയേണ്ട ഒരു കാര്യം, ഇൻ്റഗ്രൽ സി ടു ഡി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നതിന് നമ്മൾ എന്താണ് അപ്പോൾ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ എന്നുള്ളതാണ്. അതായത് ഈ ഉള്ളിൽ കിടക്കുന്നത് ആദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് വൈ ഡി എക്സ് ഫസ്റ്റ് ചെയ്യുന്നു. അതാണ് ഇവിടെ ബ്രാക്കറ്റിൽ വന്നിരിക്കുന്നത്. ആ കിട്ടിയ ആൻസറിനെ ഇൻ്റഗ്രൽ സി ടു ഡി വെച്ച് ഇൻറ്റു ഫംഗ്ഷൻ ആൻസർ ഇൻറ്റു ഡി വൈ എന്നുള്ള രീതിയിൽ രണ്ടാമതും ചെയ്യുന്നു. അത് തന്നെയാണ് ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ വീണ്ടും മാറുന്നു. എയും ബിയും ആവുന്നു, സിയും ഡിയും ആവുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഉള്ളിൽ കിടക്കുന്നതിനെ ആദ്യം ചെയ്യുന്നു, വെളിയിൽ കിടക്കുന്നതിനെ രണ്ടാമത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇവിടെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ചെയ്തതായിരുന്നു. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 1 to 3 ഇൻ്റഗ്രൽ 2 to 4 40 - 2xy dy dx. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് ചെയ്യാം. അതിന് ശേഷം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ അത് ചെയ്യുമ്പം ഇൻ്റഗ്രൽ 1 to 3 ഇൻ്റഗ്രൽ 2 to 4 40 - 2xy dy dx എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 1 to 3 നമ്മൾ അത് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഇൻ്റഗ്രൽ 2 to 4 40 - 2xy dy ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ ഇൻ്റഗ്രേഷൻ്റെ ഡെഫിനിഷൻസ് എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഇട്ട് കൊടുക്കുക 40നെ കോൺസ്റ്റൻ്റ് എടുക്കുന്നു. ഡി വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നേരത്ത് 40 ഇൻറ്റു വൈ എന്ന് വരും. -2x കൊണ്ട് വൈ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ബൈ 2 വരും. അപ്പം അതെല്ലാം നമുക്കറിയാവുന്നതാണ്, ചെയ്തതുമാണ്. അതുകൊണ്ട് സമയം കളയുന്നില്ല, അതിനെ ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിന് വിത്ത് ലിമിറ്റ് കൊടുക്കുക. അതിനുശേഷം അതിനെ ഡി എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കും, 112 കിട്ടും. ഇതേപോലെ തന്നെ ഇൻ്റഗ്രൽ 2 to 4 അതായത് നമ്മൾ ഓർഡർ മാറ്റി കൊടുക്കുന്നു. ആദ്യമേ നമ്മൾ ഇൻ്റഗ്രൽ 1 to 3 ഇൻ്റഗ്രൽ 2 to 4 ആയിരുന്നുവെങ്കിൽ ഇവിടെ ഓർഡർ മാറ്റുന്നു. ആദ്യമേ 2 to 4 ചെയ്യുന്നു. ആദ്യത്തെ ഇൻ്റഗ്രലായിട്ട് 2 to 4, രണ്ടാമത്തെ ഇൻ്റഗ്രലായിട്ട് 1 to 3 വരും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഉള്ളിൽ കിടക്കുന്നതാണ്. ഇൻ്റഗ്രൽ 1 to 3 40 - 2xy dx ഫസ്റ്റ് ചെയ്യുന്നു. അതിനെ ആൻസറായിട്ട് വരുന്നതിനെ രണ്ടാമത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് 112 എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എന്തിനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് എന്തിനാണ് ഈ ഒരു ആൻസർ രണ്ടും സെയിം ആയിട്ട് വന്നു എന്ന് മനസ്സിലാക്കാനാണ്. അതൊരു കോയിൻസിഡൻസ് അല്ല എന്നുമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ആണെങ്കിൽ ഓർഡർ ചേഞ്ച് ചെയ്താലും ആൻസറിന് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് അത് ചെയ്തത്. ഓക്കെ, അപ്പം അതൊരു തിയറമായിട്ട് വന്നിരിക്കുകയാണ്. അടുത്തത് ഇങ്ങനെയാണ് തിയറം വരുന്നത്. ഫിബിനീസ് തിയറം. Let R be the rectangle defined by the inequalities a less than or equal to x less than or equal to b and c less than or equal to y less than or equal to d. If f of xy is continuous on the rectangle, then അപ്പം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻ്റഗ്രൽ c to d ഇൻ്റഗ്രൽ a to b f x y dx dy എന്ന് പറയുന്നത്
ഇൻ്റഗ്രൽ എ ടു ബി ഇൻ്റഗ്രൽ സി ടു ഡി എഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ മുകളിൽ പറഞ്ഞത് തന്നെയാണ് അവർ തിയറമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇൻ്റഗ്രൽ സി ടു ഡി ഇൻ്റഗ്രൽ എ ടു ബി എന്നുള്ള ആ ഇൻ്റഗ്രേഷൻ്റെ ഓർഡർ പരസ്പരം അങ്ങോട്ട് മാറ്റിയാലും ആൻസറിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ അതേപോലെ ഒരു പ്രോബ്ലം വന്നിരിക്കുന്നു. ഈ പ്രോബ്ലം നോക്കാം. Use a double integral to find the volume of the solid that is bounded above by the plane z is equal to 4 minus x minus y and below by the rectangle r is equal to 0 1 cross 0 2. ഓക്കെ, അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഫംഗ്ഷൻ ഇതിൻ്റെ ഈ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാകും. z is equal to 4 minus x minus y എന്നുള്ളത് ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ ഒരു പ്ലെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിന് താഴെയുള്ള റീജിയനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം താഴത്തെ ഒരു റീജിയനായിട്ട് തന്നിരിക്കുന്നത് ഇതാണ് 0 1 ക്രോസ് 0 2 എന്ന് വെച്ചാൽ ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ 0 1 ക്രോസ് 0 2 ആണ്. അപ്പം 0 2. അപ്പോൾ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിളാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ താഴെ ഈ റെക്റ്റാങ്കിൾ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഈ റെക്റ്റാങ്കിളിനും അതേപോലെ തന്നെ ഈ ഫംഗ്ഷനും 4 മൈനസ് എക്സ് മൈനസ് വൈ എന്നുള്ള ഫംഗ്ഷനും ഇടയിൽ വരുന്ന ഒരു വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റായിട്ട് എക്സ്, അതായത് 0 to 1 ആണ് എക്സ്. ഫസ്റ്റ് വരുന്നതാണ് എക്സിൻ്റെ ഇത്, രണ്ടാമത് വരുന്നതാണ് വൈയുടേത്. ഓക്കെ, അപ്പോൾ 0 1 ആണ് എക്സിൻ്റെ ലിമിറ്റ്, 0 2 ആണ് വൈയുടെ ലിമിറ്റ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നു 0 2, അത് വൈയുടെ ലിമിറ്റ്, 0 1 എക്സിൻ്റെ ലിമിറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് 0 1 ആണ്. അതുകൊണ്ട് തന്നെ എക്സിൻ്റെ ലിമിറ്റ് കൊടുത്തു, ഫംഗ്ഷൻ എഴുതി ഡി എക്സ് കൊടുക്കുന്നു. എക്സിൻ്റെ ലിമിറ്റ് കഴിഞ്ഞ് കൊടുത്തത് കൊണ്ട് നമ്മൾ ഡി എക്സ് കൊടുക്കുന്നു അതിൻ്റെ വളരെ അടുത്തായിട്ട്. അതിനുശേഷം വൈയുടെ ലിമിറ്റാണ് നമ്മൾ ഔട്ട് സൈഡ് കിടക്കുന്നത്, അതായത് ആദ്യം കിടക്കുന്നത്. അപ്പം 0 to 2 കൊടുക്കുന്നു, അതിൻ്റെ വെളിയിലായിട്ട് നമ്മൾ ഡി വൈ കൊടുക്കുന്നു. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഓർഡർ മാറ്റുകയും ചെയ്യാം. ഓർഡർ മാറ്റിയാലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ആൻസർ സെയിം ആണെന്നാണ് പ്രീവിയസ് തിയറം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്ത് നോക്കുക. അപ്പം എന്താണ്, രണ്ട് എക്സിൻ്റെയും വൈയുടെ ലിമിറ്റ് ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട്. ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ബേസിക് റൂൾസ് എല്ലാം നമുക്കറിയാം. കുറേ ഫംഗ്ഷൻസിൻ്റെ എല്ലാം ഇൻ്റഗ്രേഷൻ്റെ എന്താണ്, എക്സിൻ്റെ എന്താണ്, എക്സ് സ്ക്വയറിൻ്റെ എന്താണ്, സൈൻ എക്സിൻ്റെ എന്താണ്, അങ്ങനെയുള്ള ബേസിക് ഡെഫിനേഷൻസ് എല്ലാം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയും വേണം. അത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഈ പ്രോബ്ലംസ് എല്ലാം നമുക്ക് ചെയ്യാം. ജസ്റ്റ് വാല്യൂസ് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക, ഫൈനൽ ആൻസർ കിട്ടുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 5 എന്നുള്ള ആൻസർ കിട്ടും. ഇതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്, അതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ചെയ്തതായിരുന്നു, നിങ്ങൾ നോക്കിയാൽ മതി. ഈ പ്രോബ്ലം നോക്കുക, -5/6 കിട്ടും. ഓക്കെ, പിന്നെ അടുത്ത കുറേ പ്രോപ്പർട്ടീസാണ്, പ്രോപ്പർട്ടീസ് ഓഫ് ഡബിൾ ഇൻ്റഗ്രൽസ്. ഡബിൾ ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടികളാണ്. എന്താണ് ഡബിൾ ഇൻ്റഗ്രൽ? C × fxy എന്ന് പറഞ്ഞാൽ സിക്കകത്ത് ഇൻ്റഗ്രലിനകത്ത് കോൺസ്റ്റൻറ്റ് കിടന്നു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റിനെ ഔട്ട് സൈഡ് എടുക്കാം എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഡബിൾ ഇൻ്റഗ്രൽ ഇതിനകത്ത് ഫംഗ്ഷനെ സം ചെയ്യുന്നു. രണ്ട് ഫംഗ്ഷനെ സം ചെയ്താൽ ആ ഫംഗ്ഷൻസിനെ നമുക്ക് ഇൻ്റഗ്രലിൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഇൻ്റഗ്രൽ എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എഫ് പ്ലസ് ഇൻ്റഗ്രൽ ജി എന്ന് കിട്ടും എന്ന് സാരം. അതേപോലെ തന്നെ അടുത്തത് ഡിഫറൻസ് ആണ്. എഫ് മൈനസ് ജിയുടെ ഇൻ്റഗ്രൽ ചെയ്യുമ്പം ഇൻ്റഗ്രൽ എഫ് മൈനസ് ഇൻ്റഗ്രൽ ജി എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ അടുത്തതാണ് ഒരു റീജിയൻ. ഇപ്പം റീജിയൻ ആർ ഈസ് ഈക്വൽ ടു ആർ എന്ന് പറയും. ഈ ഫിഗർ നോക്കുക, ആർ എന്ന് പറയുന്ന ഒരു റീജിയൻ ഇവിടെ കിടക്കുന്നുണ്ട്. ആ റീജിയനെ നമ്മൾ രണ്ട് റീജിയൻ്റെ സമ്മായിട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ സമ്മായിട്ട് വരുന്നു എങ്കിൽ ആർ ഈക്വൽ ടു R1 + R2 ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ R1 എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ R2 എഫ് ആയിട്ട് കിട്ടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത്രയായിരുന്നു 14.1 വരുന്ന സെക്ഷൻസ്. അപ്പം 14.1 ഇതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് കിടക്കട്ടെ. ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സസൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ആ എക്സസൈസ് ക്വസ്റ്റ്യൻസിൻ്റെ വർക്കൗട്ടായിട്ടുള്ള ഒരു വീഡിയോസ് ഞാൻ അയച്ചു തരാം. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യുക നിങ്ങൾ ചെയ്തത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ.